നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വസ്ത്രമായാലും വാഹനമായാലും അല്ലെങ്കിൽ മുറികൾക്ക് നിറം നൽകുമ്പോഴും നമ്മൾ ഇഷ്ട നിറങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ നിറത്തിനോടായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ അഭികാമ്യം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇഷ്ട നിറങ്ങൾക്ക് പിറകിൽ നമ്മളുടെ ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഒരാളുടെ ഇഷ്ടനിറം അറിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ആ വ്യക്തിയുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തിനോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം, താല്പര്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇഷ്ട നിറത്തിനോടുള്ള അഭികാമ്യത്തിൻ്റെ അല്ലെങ്കിൽ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ നിറം നീലയാണ്. നീല നിറം ഇഷ്ടപ്പെടുന്നവർ വിശാല ഹൃദയത്തിനുടമയായിരിക്കും. അതായത് നീല നിറത്തിനോട് കൂടുതൽ അഭികാമ്യം, മറ്റുള്ള നിറത്തേക്കാൾ നീലയോട് പ്രത്യേകം ഒരു ഇഷ്ടവും താല്പര്യം, അതായത് ധരിക്കുന്ന വസ്ത്രത്തിലായാലും എല്ലാം നീല നിറത്തിനോടൊരു പ്രത്യേക കമ്പം ഉള്ളവർ വിശാല ഹൃദയത്തിന് ഉടമയായിട്ടുള്ള ആളുകളായിരിക്കും. അറിയാതെ പോലും മറ്റുള്ളവരെ ദ്രോഹിക്കരുതെന്ന സ്വഭാവക്കാരും ദ്രോഹിക്കാൻ ആഗ്രഹം ഇല്ലാത്തവരുമായിരിക്കും. പൊതുവെ നമ്മൾ പറയാറുണ്ട്, അലസരായിട്ട് തോന്നുന്ന ചില ആളുകൾ പറഞ്ഞു ഇവൻ എന്ത് ചെയ്താലും അലസതയായിട്ടിരിക്കും, ഒന്നും ചെയ്യാറില്ല, മറ്റുള്ളവർ എന്ത് ജോലികൾ പലതും ചെയ്ത് സമ്പാദിക്കുമ്പോഴും ഇവനിങ്ങനെ അലസനായിട്ടിരിക്കും എന്ന് പറയാറില്ലേ. അങ്ങനെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥത കുറവായിട്ടോ അല്ലെങ്കിൽ ഒക്കെ തോന്നിക്കുന്ന ഒരു പ്രകൃതക്കാരായിരിക്കും ഈ നീല നിറത്തോട് ഇഷ്ടം ഉള്ളവർ എല്ലാം. അതുപോലെ തന്നെ ഇവർ എന്ത് കാര്യം, ഇച്ചിരി അലസതയൊക്കെ ഉണ്ടെങ്കിലും എന്ത് കാര്യം ചെയ്താലും ചെയ്യുന്ന കാര്യം ഇവർ വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കലാകാരന്മാരും ഇവർ കലയെ കൂടുതൽ ആസ്വദിക്കുന്നവരും കലയോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു കൂട്ടരുമായിരിക്കും. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ഒരു അലസതയുണ്ട്. അലസത ഉണ്ടെങ്കിൽ പോലും ഒരു പ്രവൃത്തിയിൽ അവർ ഏർപ്പെടുമ്പോൾ 1-2 തവണ ആലോചിച്ചതിന് ശേഷം തങ്ങളാൽ സാധിക്കുമോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ആ കാര്യങ്ങൾ അതിലേക്ക് എത്താറുള്ളൂ. പക്ഷേ അത് മറ്റുള്ളവർക്ക് അലസതയെന്ന് തോന്നുന്നുണ്ടാവും. കാരണം പല ആളുകളും കൃത്യമായി ചെയ്യുന്ന കാര്യം ഇവരൊന്ന് ആലോചിച്ച് കുറച്ച് സമയം എടുത്ത് കുറച്ച് ദിവസം എടുത്തതിന് ശേഷം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ അത് അലസതയായി തോന്നുമെങ്കിലും തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വളരെയേറെ ആലോചിച്ച് തങ്ങളാൽ അത് സാധ്യമാകുമോ എന്ന് ഒരു പഠനം നടത്തിയതിന് ശേഷം മാത്രമേ ഏത് കാര്യങ്ങളിലും ഈ നീല നിറത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ പ്രവർത്തിക്കാറുള്ളൂ. അടുത്ത നിറം തന്നെ നമ്മുടെ പ്രകൃതിയുടെ നിറമായ പച്ചയാണ്. പച്ച ഇഷ്ടപ്പെടുന്നവർ പൊതുവെ അടുക്കും ചിട്ടയുമുള്ളവരായിരിക്കും. ഏത് കാര്യത്തിലും ഒരു അടുക്കും ചിട്ട, ഒരു വ്യക്തത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മതിപ്പ് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കും പച്ച നിറത്തോട് ഏറെ അഭികാമ്യം ഉള്ള ആളുകൾ. അതുപോലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പ്രകൃതിയിൽ ചേർന്ന് പ്രകൃതിയെ മനസ്സിലാക്കി പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു താല്പര്യവും ആ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം അത് മറ്റുള്ളവർക്ക് പ്രതിഫലിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് പച്ച നിറത്തോട് ഇഷ്ടമുള്ള ആളുകൾ. അതുപോലെ ശാന്ത സ്വഭാവമുള്ള ഇവർ ഊർജ്ജസ്വലരും അതേപോലെ സമാധാനപ്രിയരും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സമാധാനമായ ഒരു അന്തരീക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമായിരിക്കും. അതുപോലെ തന്നെ ആർഭാടങ്ങളോട് വലിയ താല്പര്യമോ ഭ്രമമോ ഒന്നും ഉണ്ടായിരിക്കുന്നവരല്ല പച്ച നിറത്തോട് ആഗ്രഹമുള്ള അല്ലെങ്കിൽ പച്ച നിറം ഏറെ ഇഷ്ടപ്പെടുന്നവർ. ഹൃദയവിശാലരും സത്യസന്ധരും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരുമാണ് പച്ച നിറത്തെ ഏറെ ഇഷ്ടപ്പെടുന്നവരായ ആളുകൾ. അടുത്തത് ധീരതയുടെ പ്രതീകമായ ചുവപ്പ് നിറമാണ്. ചുവപ്പ് നിറം ഇഷ്ടപ്പെടുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരും ഊർജ്ജസ്വലരും ആധിപത്യ സ്വഭാവമുള്ളവരുമായിരിക്കും. ഏത് കാര്യത്തിലും തങ്ങളുടേതായ ആധിപത്യം പ്രകടിപ്പിക്കാനും ആധിപത്യ സ്വഭാവം കാണിക്കുന്നവരുമാണ് ചുവപ്പ് നിറത്തോട് പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ പ്രത്യേക ഒരു കമ്പമുള്ള കൂട്ടർ. പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു കാര്യം കേട്ടാൽ പെട്ടെന്ന് എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കും ചുവപ്പ് നിറത്തോട് താല്പര്യമുള്ള ആളുകൾ. അതുപോലെ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ ഇവർ അത് പാഴാക്കാറേയില്ല. ഏത് പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് തങ്ങളെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ റിസർച്ച് ചെയ്യുന്ന കൂട്ടരാണിവർ. അങ്ങനെ ചെയ്ത് തങ്ങളാൽ മറ്റുള്ളവർക്ക് തങ്ങളോട് ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരെ പുകഴ്ത്തി പറയാറില്ലേ. അപ്പോൾ മറ്റുള്ളവരാൽ പുകഴ്ത്തപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു ആളുകൾ കൂടിയാണിവർ. തീവ്ര നിറമായ ചുവപ്പ് ഇഷ്ടപ്പെടുന്നവർ ഏതു കാര്യത്തെയും മത്സരബുദ്ധിയോടെ കണ്ട് വിജയത്തിലെത്താൻ ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. അടുത്ത നിറം വെള്ളയാണ്. ശാന്തതയുടെ പ്രതീകമാണ് വെള്ള. എവർക്കും അറിയാം, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നിറമാണ് വെള്ള.
ലാളിത്യവും വിനയവും നന്മയും നിറഞ്ഞവരായിരിക്കും വെള്ള നിറത്തെ ഇഷ്ടപ്പെടുന്നവർ. വെള്ള നിറം ഇഷ്ടപ്പെടുന്നവർ ആത്മീയ കാര്യങ്ങളിൽ, അതായത് ദൈവിക കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ളവരും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ദൈവിക കാര്യങ്ങൾ ചെയ്യണമെന്നും മറ്റും ആഗ്രഹമുള്ളവരും ആയിരിക്കും. അതുപോലെ ശുഭാപ്തി വിശ്വാസക്കാരാണ്. ഏത് ജോലിയിൽ, ഏത് കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും അതിൻ്റെ വിജയം കണ്ടെത്തും. നമ്മൾക്ക് ചെയ്യുന്ന പ്രവൃത്തി കഠിനമാണെങ്കിൽ പോലും ശുഭമായ ഒരു പര്യവസാനം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നവരാണ്. അതുപോലെ തന്നെ വായനാശീലവും ഏകാന്തതയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും വെള്ള നിറം ഇഷ്ടപ്പെടുന്ന ആളുകൾ. അടുത്ത നിറം കറുപ്പാണ്. കറുപ്പ് നിറം ഇഷ്ടപ്പെടുന്നവർ മനോധൈര്യം കൂടുതലുള്ളവരായിരിക്കും. അതായത് ഇരുട്ടിൻ്റെ നിറം കറുപ്പ്, അല്ലെങ്കിൽ മുടിയുടെ നിറം, ഇങ്ങനെയുള്ള കറുപ്പ്, അത് കഠിനമായ കറുപ്പ്, ഇരുട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇരുട്ടിലൊക്കെ ഇരിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന, ഇരുട്ടിനെ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് കറുപ്പ് നിറം ഇഷ്ടപ്പെടുന്നവർ കൂടുതൽ ധൈര്യമുള്ളവരും, അതായത് മനോധൈര്യമാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്നത്. രഹസ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ഈ കൂട്ടർ. അതുപോലെ സമൂഹത്തിൽ വേറിട്ട് നിൽക്കാൻ, മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു വേറിട്ട ചിന്താഗതിയും വേറിട്ട പ്രകൃതവുമൊക്കെ ആയിരിക്കും കറുപ്പിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അതേപോലെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുമാണ്. അതായത് സുഹൃത്ത് ബന്ധങ്ങളിൽ ആത്മാർത്ഥത പുലർത്തുന്നവരും കുടുംബാംഗങ്ങൾക്കിടയിൽ തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ബന്ധങ്ങൾക്ക് ഊഷ്മളത കൈവരിക്കാൻ സാധിക്കണം എന്നുള്ള ചിന്തയുള്ളവരായിരിക്കും ഈ കൂട്ടർ. പൊതുവെ ഇവർ മുഖം നോക്കാതെ തന്നെ കാര്യങ്ങൾ പറയുന്നവരായിരിക്കും. കാരണം തങ്ങളുടേതായ ശരികൾ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം, അതും ആരുടെ മുന്നിലായാലും ശരികൾ അതേപടി തന്നെ തുറന്നു പറയാനുള്ള ഒരു ധൈര്യവും കറുപ്പ് നിറത്തെ ഇഷ്ടപ്പെടുന്നവരുടെ സ്വഭാവമാണ്. അടുത്ത നിറം വയലറ്റ് ആണ്. വയലറ്റ് നിറം ഇഷ്ടപ്പെടുന്നവർ കലാപരമായി കഴിവുകൾ കൂടുതലുള്ളവരായിരിക്കും, കലാകാരന്മാരായിരിക്കും. ആകർഷകമായ സംസാരമാണ് ഇവരുടെ മുഖമുദ്ര. ചില വ്യക്തികളെ കാണുമ്പോൾ പറയത്തില്ല, അവരുടെ പ്രകൃതമായിരിക്കും, അവരുടെ മുഖമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മുടി, ഇങ്ങനെയൊക്കെയുള്ള ആകർഷണങ്ങളുണ്ടെങ്കിൽ ഇവരുടെ സംസാരമായിരിക്കും മറ്റുള്ളവരെ പിടിച്ചിരുത്താൻ, തങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും സംസാരത്തിൽ നിന്നവർക്കുള്ളതാണ്. കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ് ഈ കൂട്ടർ. അതുപോലെ ഭക്ഷണപ്രിയവും, ഭക്ഷണത്തോട് താല്പര്യം, അത് അമിതമെന്നല്ല, ഭക്ഷണത്തോട് നല്ല ഭക്ഷണത്തോട് വളരെ താല്പര്യമുള്ളവരാണ് ഈ കൂട്ടർ. ഊർജ്ജസ്വലരും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നവരായിരിക്കും വയലറ്റ് നിറം വളരെയേറെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അടുത്തത് മഞ്ഞ നിറമാണ്. മഞ്ഞ നിറം ഇഷ്ടപ്പെടുന്നവർ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് പ്രാവർത്തികമാക്കാനും താല്പര്യപ്പെടുന്നവരായിരിക്കും. എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നവരും അത് നിലനിർത്താൻ വളരെയധികം പരിശ്രമിക്കുന്നവരുമായിരിക്കും മഞ്ഞ നിറത്തിനോട് ഇഷ്ടമുള്ള ആളുകൾ. ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇക്കൂട്ടരുടെ മുഖമുദ്രയാണ്. എന്ത് പ്രവൃത്തിയിലും ഒരു വിട്ടുവീഴ്ച, അതായത് ചില ആളുകളുണ്ട് തങ്ങളുടെ വാക്കുകൾ ജയിക്കണമെന്ന് പ്രകൃതമുള്ള ആളുകൾ. പക്ഷേ അങ്ങനെയല്ല. ബന്ധങ്ങൾക്ക് ദൃഢത കൽപ്പിക്കുകയും അതുപോലെ ഊഷ്മളത ഉണ്ടാകാൻ, അല്ലെങ്കിൽ ബന്ധങ്ങൾ അത് പൊട്ടി തകർന്നു പോകാതിരിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ഒരു തങ്ങളുടേതായ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവരാണ് കൂട്ടരാണ് മഞ്ഞ നിറത്തിനോട് വളരെയേറെ ഇഷ്ടമുള്ളവർ. ശാന്ത സ്വഭാവക്കാരും സൗഹൃദപ്രിയരുമായിരിക്കും മഞ്ഞ നിറത്തോട് ഏറെ ഇഷ്ടമുള്ള കൂട്ടർ. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ വ്യക്തികൾക്ക് ഇഷ്ടമുള്ള നിറവും അവർക്ക് അവരിൽ നിന്ന് പ്രതിഫലിക്കുന്ന ആ സ്വഭാവത്തിൻ്റെ സവിശേഷതകളും. അപ്പോൾ ഏവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.